ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഏറെ പണിപ്പെട്ടാണ് നമുക്ക് അർജുനൻ്റെ മൃതദേഹമെങ്കിലും ലഭിക്കാൻ കഴിഞ്ഞത്. ആ ലോറിയോടൊപ്പം ലഭിച്ച മൃതദേഹം അർജുനൻ്റെ തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ അർജുനൻ്റേതാണ് ഈ ലോറി എന്ന് ഉറപ്പിക്കാൻ എളുപ്പത്തിൽ സാധിച്ചത് തൊട്ടടുത്ത് തന്നെ വീണ് കിടന്നിരുന്ന സ്ട്രോങ് എന്ന് രേഖപ്പെടുത്തിയ അടയാളപ്പെടുത്തിയ ഒരു സ്റ്റിക്കറായിരുന്നു. ഫ്ലൂറസെൻ്റ് ഉപയോഗിച്ചാണ് ആ സ്റ്റിക്കർ എഴുതിയിരുന്നത് എന്നതിനാലാണ് ദിവസങ്ങളോളം ഈ ഉപ്പുജലത്തിൽ കിടന്നിട്ട് പോലും യഥാർത്ഥത്തിൽ ആ സ്റ്റിക്കറിന് യാതൊരു കേടുപാടും കൂടാതെ ലഭിക്കാൻ കഴിഞ്ഞത്. ഇത് മാത്രമല്ല, ഈ സ്റ്റിക്കർ യഥാർത്ഥത്തിലുള്ള അർജുനൻ്റെ ലോറിയിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് യഥാർത്ഥത്തിൽ ഈ വഴിത്തിരിവായ ഒരു സംഭവം ഉണ്ടായത്. ഏതെങ്കിലും ലോറി കിട്ടുക അല്ലെങ്കിൽ മൃതദേഹം കിട്ടുക എന്നത് മാത്രം പോരമല്ല, അതിനാവശ്യമായ എല്ലാ തെളിവുകളും നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ വ്യക്തമായ ഒരു തെളിവ് ലഭിക്കാത്തിടത്തോളം ഇത് അർജുനൻ്റേതായ ലോറി തന്നെയാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? മാത്രമല്ല, ഗംഗാവലി പുഴയിൽ ഇത്തരത്തിലുള്ള ലോറികൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വഴി വേറെയും സ്ഥലത്ത് നിന്നും ഒക്കെ എത്താനുള്ള സാധ്യതകളും ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. 1000-1 സാധ്യതയെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷൂർ ക്ലെയിമിനാണെങ്കിലും അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ആശ്വാസത്തിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അർജുനനെ ലഭിച്ചിട്ടില്ലെങ്കിലും അർജുനൻ്റെ മൃതശരീരവും ലോറിയും ലഭിക്കുക എന്നത് ഒരു ആശ്വാസമാണ്. അതൊരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ പോലും നമുക്കതൊരു ആശ്വാസ വാർത്തയാണ്. ആ ആശ്വാസ വാർത്ത ലഭിക്കുന്നതിന് ഒരു അടിസ്ഥാനപരമായ സംവിധാനം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ട്രോങ് എന്ന് പേരായ എഴുതിയിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള സ്റ്റിക്കർ അത് അർജുനൻ്റെ ലോറിയുടെ തന്നെയാണ്, ആ ഭാരത് ബെൻസിൻ്റെ ആ ലോറിയുടെ തന്നെയാണ് എന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനിതാണ്, ഈ സ്റ്റിക്കറാണ് എല്ലാത്തിനും ഇപ്പോൾ തെളിവായി ലഭിച്ചിട്ടുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏകദേശം 74ഓളം ദിവസമായി യഥാർത്ഥത്തിൽ അർജുനൻ്റെ ബോഡിക്ക് വേണ്ടിയും ലോറിക്ക് വേണ്ടിയും ഉറക്കമിളച്ചും അഹോരാത്രം പ്രാർത്ഥനയോടുകൂടെയും നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പരിഹസിക്കുന്ന വർഗീയവാദികൾ തപ്പ് എന്നൊക്കെ പറയുന്ന ഒരു നരാധമനായ VK ബൈജു എന്ന സംഘിയുടെ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനതിപ്പോൾ ഇവിടെ പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള ലേറ്റായിട്ടുള്ള, അതിന് പ്രസക്തമില്ല. കേരളീയ ജനത അതിനെ ഒറ്റക്കെട്ടായി തള്ളിയിരിക്കുന്നു. വർഗീയവാദികളുടെ ഏത് വിഷം തീണ്ടലും ഇവിടുത്തെ ജനങ്ങൾ അതിൻ്റെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടെ തന്നെ ആ അർജുനൻ്റെ കുടുംബങ്ങളാവട്ടെ സഹോദരിയാവട്ടെ തീർച്ചയായിട്ടും മനാഫ് ഞങ്ങളുടെ സഹോദരനാണ്. മനാഫിൻ്റെ മറ്റൊരു പങ്കാളിയായ മുനീബ് എന്നു പേരായ ആളുടേതാണ് യഥാർത്ഥത്തിൽ ഈ ലോറി. തീർച്ചയായിട്ടും അവർ രണ്ടുപേരും, ആ മുനീബ് ഒരിക്കലും ആളുകൾക്ക് മുമ്പിൽ വന്ന് പ്രശസ്തിയാവാൻ ആഗ്രഹിക്കാത്ത ആളാണ്. വാർത്താ ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന പതിവാണുള്ളത്. വലതു കൈ കൊണ്ട് കൊടുത്താൽ ഇടത് കൈ പോലും ഒരു സഹായം ഒരാൾ അറിയരുത്. ഞങ്ങൾ ഇത്രയും കാലം ഈ മുനീബുക്കയുമായിട്ടും ഈ മനാഫുക്കയുമായിട്ടും ഇടപഴകിയത് അവരുടെ ഏറ്റവും ഉത്കൃഷ്ടമായ വ്യക്തിഗുണങ്ങളാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആ അർജുനൻ്റെ സഹോദരിയുടെയും അർജുനൻ്റെ വീട്ടുകാരുടെയും ഒക്കെയുള്ള അഭിപ്രായം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നരാധമനായ ജാമിദ എന്ന സ്ത്രീയെയും കൂട്ടി ഈ VK ബൈജു എന്ന് പേരായ ഈ സംഘി പല ആക്രോശങ്ങളും നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇനി വില കുറഞ്ഞ ഏറ്റവും മോശമായ ആ നരാധമൻ്റെ വീഡിയോ ഇനി ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത്. അവൻ മനാഫ് തന്നെയാണ്. മാത്രമല്ല, ഒരിക്കലും അർജുൻ അവിടെ മണ്ണിനടിയിൽപ്പെട്ടതല്ല. അതിൻ്റെ പിന്നിൽ വർഗീയവാദികളാണ്, പാകിസ്ഥാനാണ്, അഫ്ഗാനിസ്ഥാനാണ് എന്ന് വേണ്ട സൗദി അറേബ്യ മാത്രമാണ്. ആ നരാധമൻ്റെ വീഡിയോ എടുത്താൽ ന്യൂസ് കഫേ എന്ന പേരിൽ നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും. VK ബൈജു എന്ന് പേരായ ആ നരാധമൻ. ഞാൻ ആ നരാധമനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ജനങ്ങൾ മുഴുവനും അവനെക്കുറിച്ച് മനസ്സിലാക്കണം. ഏറ്റവും സങ്കീർണമായ സമയങ്ങളിൽ പോലും എല്ലാവരും ഒത്തു നിൽക്കേണ്ട കേരളീയ മനസ്സും പുറം മനസ്സും ലോകവും മുഴുവനും പ്രാർത്ഥനയോടെയും സഹകരണത്തോടെയും വളരെ സങ്കടത്തോടെയും നിൽക്കുന്ന നിർണായക സമയങ്ങളിലൊക്കെ വളരെയേറെ കുത്തുവാക്കുകൾ ഈ നരാധമനാവട്ടെ ധാരാളം റീച്ച് ലഭിക്കുന്നുമുണ്ട്. ഈ തികഞ്ഞ ഗുണ്ടയായ ഈ വർഗീയവാദിക്ക് ഭയങ്കര റീച്ചാണ് ഈ ന്യൂസ് കഫേ എന്ന ചാനലിലും
അതോടൊപ്പം തന്നെ ജാമ്യത കൊണ്ടുവന്നിട്ട് നടത്തുന്നതുമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ മനാഫിൻ്റെ നിഷ്കളങ്കത, ആ മുസ്ലിങ്ങളുടെ നിഷ്കളങ്കത മുഴുവൻ ബോധ്യമായത് യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാമല്ലോ. ഇപ്പോൾ അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ഇനിയിപ്പോൾ നമുക്കതിൽ വേറെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ സ്റ്റിക്കർ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഇത് അർജുനൻ്റെ ലോറി തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ആ ചുവന്ന സ്റ്റിക്കർ ലഭിച്ചിരിക്കുന്നു എന്നതും ഒരു സന്തോഷ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.